ഓം ശാന്തി. ഞാൻ മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് ഈ സ്ഥൂലദേശത്തിൽ നിന്നും വേർപെട്ട് സ്വയം തന്നെ ദിവ്യനേത്രത്തിലൂടെ കാണുകയാണ്. ഞാൻ ഒരു ചൈതന്യ ആത്മാവാണ്. എൻ്റെ ഈ തിരിച്ചറിവ് യാഥാർത്ഥ്യമാണ്. ഞാൻ ശാന്ത ചൈതന്യ പ്രകാശസ്വരൂപ ആത്മാവാകുന്നു. ഞാൻ അനാദി അവിനാശി ശക്തിയാണ്. ഈ ശരീരത്തെ നടത്തിക്കുകയാണ്. എന്നാൽ ഞാൻ ശരീരമല്ല. ശുദ്ധ ശാശ്വത ശക്തിശാലി ആത്മാവാണ് ഞാൻ. ഞാൻ യഥാർത്ഥ യോഗിയാണ്. പരമാത്മാവിനോട് ചേർന്നിരിക്കുന്ന സത്യമായ അവസ്ഥയിലാണ്. നിരാകാർ ജ്യോതി സ്വരൂപ സർവശക്തിവാൻ പരമധാമ നിവാസി ശിവബാബ എൻ്റെ ആത്മീയ പിതാവാണ്, ടീച്ചറാണ്, സദ്ഗുരുവുമാണ്. ഇതാണ് ആത്മാവിൻ്റെ സത്യമായ സംബന്ധം. ഞാൻ ആത്മാ ആ പരമസത്തയോട് യോഗം വയ്ക്കുന്നു. ഇതാണ് സത്യമായ യോഗം. ഈ യോഗത്തിലൂടെ ആത്മാവിന് ശക്തികൾ ലഭിക്കുന്നു. സംസ്കാരങ്ങൾ പരിവർത്തനപ്പെടുന്നു. എന്നിലേക്ക് പവിത്രത, ശാന്തി ശക്തികളുടെ പ്രകമ്പനങ്ങൾ നിറയുന്നു. ഞാൻ ഓരോ കർമ്മവും സ്മൃതി സ്വരൂപമായി ചെയ്യുന്നു. എൻ്റെ ഓരോ സംബന്ധത്തിലും നിർമ്മലതയുണ്ട്, പവിത്രതയുണ്ട്, സഹനശക്തിയുണ്ട്. സന്തുഷ്ടതയുണ്ട്. ഞാൻ എല്ലാവർക്കും ആദരവ് നൽകുന്ന നിഷ്കാമയോഗിയാണ്. ഞാൻ ഓരോ കർമ്മത്തിലും സ്മൃതി സ്വരൂപമാണ്. എൻ്റെ സത്യ ശുദ്ധ അനാദി സ്വരൂപത്തിൽ ഞാൻ സ്ഥിതമാകുന്നു. ഞാൻ ഈശ്വരീയ മതത്തിലൂടെ നടന്ന് സുഖധാമത്തിലേക്ക് പോകുകയാണ്. ബാബയിലൂടെ പവിത്രമായി മാറി എൻ്റെ വീട്ടിലേക്കും രാജധാനിയിലേക്കും പോകണം. ബാബ എന്നെ പതിതത്തിൽ നിന്നും പാവനമാക്കാനാണ് വന്നത്. ഇതിൽ കൃപയുടെയോ ആശീർവാദത്തിൻ്റെയോ കാര്യമില്ല. ബാബ എന്നിൽ വീടിൻ്റെ ഓർമ്മ ഉണർത്തിയിരിക്കുന്നു. ഞാൻ ശ്രീമതമനുസരിച്ച് നടന്ന്
ഈശ്വരീയ മതത്തിലൂടെ സുഖധാമത്തിലെത്തുന്നു. ഇപ്പോഴെൻ്റെ പാർട്ട് പൂർത്തിയാവുകയാണ്. തിരിച്ചു വീട്ടിലേക്ക് പോകണം. കർമ്മം, അകർമ്മം, വികർമ്മം എന്നിവയുടെ ഗതി ബാബ മനസ്സിലാക്കി തരുന്നു. ഞാൻ ശ്രീമതമനുസരിച്ച് ശ്രേഷ്ഠ കർമ്മം ചെയ്യുന്നു. ബാബ എന്നെ വിഷയസാഗരത്തിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. ഇത് പരിസ്ഥാനമായി മാറുന്നു. അവിടെ ഓരോ കർമ്മവും അകർമ്മമായിരിക്കും. എന്നിൽ നിന്നും ഒരു വികർമ്മവും ഉണ്ടാവുകയില്ല. ആർക്കും ദുഃഖം നൽകുന്നില്ല. ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. ഭാവിയിലെ 21 ജന്മങ്ങളിലേക്കായി ബാബ എന്നെ പഠിപ്പിക്കുന്നു. എൻ്റേതും അതേ ജോലിയാണ്. അന്ധന്മാരുടെ ഊന്നുവടിയായി മാറുക. ബാബ ഇപ്പോൾ പവിത്രമായ പ്രവൃത്തി മാർഗം സ്ഥാപിക്കുകയാണ്. ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ബാക്കി എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഭാരരഹിതമായി മാറൂ. 8 മണിക്കൂർ ബാബയുടെ ഓർമ്മയിലിരിക്കണം. ശിവബാബ ബ്രഹ്മബാബയിലൂടെ പുതിയ സൃഷ്ടി രചിക്കുന്നു. ഞാൻ ബ്രഹ്മാവിൻ്റെ സന്താനം ബികെയാണ്. ഇപ്പോൾ എൻ്റെ ബുദ്ധിയിൽ സൃഷ്ടിചക്രം കറങ്ങുന്നു. ബാബ അജന്മനാണ്. ദിവ്യജന്മമെടുക്കുന്നു. രാത്രി പൂർത്തിയാകുമ്പോൾ പകലാക്കി മാറ്റാൻ ബാബ വരുന്നു. ബാബ ജ്ഞാനസാഗരമാണ്, സത്യമാണ്, ചൈതന്യമാണ്. ഞാൻ ആത്മാവിന് സമ്പത്ത് നൽകുന്നു. ഞാൻ ബാബയെ ഓർമ്മിച്ച് മധുരമായി മാറുന്നു. ഞാൻ ബാബയുടെ കുട്ടിയായി മാറി. എനിക്ക് സമ്പത്ത് നൽകാനായി ദത്തെടുത്തിരിക്കുന്നു. ഞാൻ ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടക്കുന്നു. സദാ സ്വദർശന ചക്രധാരിയായി ഹർഷിതമായിരിക്കുന്നു. എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകുന്നു. മറ്റുള്ളവരിൽ നിന്നും ആദരവ് യാചിക്കുന്നതിനു പകരം എല്ലാവർക്കും ആദരവ് നൽകുന്ന നിഷ്കാമയോഗിയായി ഭവിക്കൂ. ഇത് ബാബ തന്നിരിക്കുന്ന വരദാനമാണ്. മറ്റുള്ളവർക്ക് സ്നേഹി ദൃഷ്ടിയിലൂടെയും സ്നേഹത്തിൻ്റെ മനോവൃത്തിയിലൂടെയും ആത്മീയ ആദരവ് നൽകിക്കൊണ്ടിരിക്കൂ. ആത്മീയ സ്നേഹത്തിൻ്റെ മഴയാൽ ശത്രുവിനെ പോലും മിത്രമാക്കി മാറ്റുന്നു. കല്ലെറിയുന്നവർക്ക് രത്നങ്ങൾ നൽകണം. ഞാൻ രത്നാകരനായ ബാബയുടെ കുട്ടിയാണ്. വിശ്വത്തിൻ്റെ നവനിർമ്മാണം ചെയ്യുന്നതിനായി നിമിത്തവും വിനയവും ഈ 2 വാക്കുകൾ ഓർമ്മിക്കുന്നു. ഓം ശാന്തി.